പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9ാം ക്ലാസ് ജീവശാസ്ത്ര പുസ്തകത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പുതിയ പാഠത്തിന്റെ പേരെന്താണ്? ഊർജത്തിനായി ശ്വസിക്കാം. ഈ പേര് കേട്ടപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? ഊർജത്തിനായി സാധാരണ നാം എന്താണ് ചെയ്യുക? ഭക്ഷണം കഴിക്കും, അല്ലേ? പക്ഷെ ഈ പാഠഭാഗത്ത് എന്താണ് ഊർജത്തിനായി ശ്വസിക്കാമെന്ന് പറയുന്നത്? ശ്വസിച്ചാൽ നമുക്ക് ഊർജം ലഭിക്കുമോ? ഊർജവും ശ്വസനവുമായി എന്താണ് ബന്ധമുള്ളത്? ഇതാണല്ലേ സംശയം. ശരി, പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം സ്വന്തമാക്കപ്പെടുന്നത് കോശങ്ങളാണെന്ന് നമുക്കറിയാം. ലഘുപോഷകങ്ങളോടൊപ്പം കോശങ്ങളിൽ മറ്റൊരു ഘടകം കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഏതാണ് ആ ഘടകമെന്ന് കൂട്ടുകാരൻ ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണത്. എന്തായിരിക്കും? ഓക്സിജൻ. ശരിയാണ്, ഓക്സിജനാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ അത്യാവശ്യമായ ഘടകം. ഈ ഘടകം നമുക്ക് ലഭിക്കുന്നത് ശ്വസന പ്രക്രിയയിലൂടെയാണ്. എന്നാലും ശ്വസിച്ചാൽ ഊർജം കിട്ടുമോ? അതൊരു സംശയമായി തുടരുകയാണ്, അല്ലേ? ശരി, നമുക്ക് നോക്കാം. എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശാന്തമായിരിക്കുക. കണ്ണുകളൊക്കെ മെല്ലെ അടച്ച് ദീർഘമായി ഉള്ളിലേക്ക് വായു സ്വീകരിച്ചുകൊണ്ട് ശ്വസിക്കുക, നിശ്വസിക്കുക, ശ്വസിക്കുക, നിശ്വസിക്കുക. നമുക്കൊന്ന് ചെയ്തു നോക്കാം, അല്ലേ? ശ്വസിക്കുക, നിശ്വസിക്കുക, ശ്വസിക്കുക, നിശ്വസിക്കുക. ഇങ്ങനെ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്ന പോലെ തോന്നുന്നില്ലേ? അതെ, ഒരുപാട് ടെൻഷനുള്ള സമയത്തും ജോലികളുടെ ഭാരമുള്ളപ്പോഴും സ്ട്രെസ് ഉള്ളപ്പോഴും മടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസം ചെയ്യുക, ശ്വസന വ്യായാമം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതിലൂടെ നമുക്ക് ഊർജം ലഭിക്കുക എന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. കായിക പരിശീലന പീരീഡുകളിൽ നിങ്ങൾ കളിക്കാൻ പോകാറില്ലേ? എല്ലാവരും ഓടിക്കളിക്കാറുണ്ട്, പലതരം കളികൾ ഏർപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ സ്പോർട്സ് ഡേയുടെ സമയത്തൊക്കെ പലതരം മത്സരങ്ങൾ നാം പങ്കെടുക്കാറുണ്ട്. ഓടിക്കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. അപ്പം നമുക്ക് കിതയ്ക്കും. വളരെ വേഗത്തിൽ ശ്വസിക്കുന്നതാണ് കിതയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കിതയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വേഗത്തിൽ ഓക്സിജന്റെ ലഭ്യത വരുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നു. നമ്മൾ വളരെ വേഗത്തിലാണ് ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉന്മേഷം കിട്ടുമല്ലേ ചെയ്യുന്നത്? അല്ലാതെ ഓടി പടുത്തേണ്ട നമ്മൾ ആദ്യമേ ഭക്ഷണം കഴിക്കുകയല്ലോ, ആദ്യമായി വെള്ളം കുടിക്കുകയല്ല. അതിന് മുമ്പ് നമ്മൾ ദീർഘമായിട്ട് വേഗത്തിൽ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യും. ഇപ്പം ശ്വസനവും ഊർജവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി, അല്ലേ? ശരി, ഈ ശ്വസന പ്രക്രിയയ്ക്ക് നമ്മെ സഹായിക്കുന്ന ശരീരത്തിലെ അവയവ വ്യവസ്ഥ ഏതാണ്? ശ്വസന വ്യവസ്ഥ. അതെ, ശ്വസന വ്യവസ്ഥയാണ് ശ്വസന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന് ഊർജ ഉൽപാദനത്തിന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്വസന വ്യവസ്ഥ. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.
ശരി, നമുക്കിനി ഒരു പ്രവർത്തനം ചെയ്താലോ? പ്രവർത്തനം ഇതാണ്. ശ്വസനാവസ്ഥ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ അവയവങ്ങളാണ് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങൾ, നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവരും സയൻസ് ഡയറിയിൽ ഒന്ന് കുറിക്കുക. വേഗം കുറിച്ചോളൂ. എല്ലാവരും എഴുതിയോ? ശരി, നിങ്ങൾ സയൻസ് ഡയറിയിൽ കുറിച്ച ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ശരിയാണോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. ശ്വസന വ്യവസ്ഥ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റം. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ: നാസാദ്വാരം, നാസാകുഹരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, ശ്വാസകോശം, വായു അറ, പ്ലൂറ, ഡയഫ്രം. ശ്വസന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ചിത്രവും ഒപ്പം അതിൻ്റെ പേരും നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്വസന പ്രക്രിയ ആരംഭിക്കുന്നത് നമ്മുടെ നാസാദ്വാരങ്ങളിലൂടെ അന്തരീക്ഷവായു ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. നാസാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അന്തരീക്ഷവായു നാസാഗഹ്വരത്തിലൂടെ കടന്ന് ശ്വസനികയിലെത്തി ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളായ, ഇംഗ്ലീഷിൽ ആൽവിയോളി എന്ന് പറയും, അവയിൽ എത്തിച്ചേർന്ന് ഈ വായു അറകളെ ചുറ്റിയിരിക്കുന്ന രക്തരോമികളിലൂടെ രക്തചംക്രമണം വഴിയായിട്ട് ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. അന്തരീക്ഷവായുവിലെ ഓക്സിജനാണ് രക്തത്തിലൂടെ വിവിധ കോശങ്ങൾ എത്തിച്ചേരുന്നത്. ഇങ്ങനെ എത്തിച്ചേരുന്ന ഓക്സിജൻ ഊർജം സ്വർഗമാക്കുക എന്ന ജോലി ചെയ്തതിനു ശേഷം തൽഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ രക്തം വഹിച്ചുകൊണ്ട് വന്ന് വീണ്ടും രക്തലോമുകളിലൂടെ വായു അറയിൽ എത്തിക്കുന്നു. വായു അറയിൽ എത്തിച്ചേർന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും പഴയ വഴിയിൽ കൂടി തന്നെ നാസാദ്വാരത്തിലൂടെ പുറത്തു വരും. ഈ ശ്വസന പ്രക്രിയ എന്ന ഈ ഒരു നിരന്തര പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നു. ഇനി നമ്മൾ ശ്വസന വ്യവസ്ഥയിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് കണ്ടു. ഈ ശ്വസന വ്യവസ്ഥയിലെ വിവിധ ഭാഗങ്ങളുടെ ധർമ്മം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഓരോ ഭാഗത്തിനും ഓരോ ധർമ്മമുണ്ട്. നാസാദ്വാരത്തിനൊരു ധർമ്മമുണ്ട്, നാസാഗഹ്വരത്തിന് ഒരു ധർമ്മമുണ്ട്, ശ്വസനികയ്ക്ക് ഒരു ധർമ്മമുണ്ട്, ശ്വാസകോശത്തിന് ഒരു ധർമ്മമുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങൾക്ക് വിവിധങ്ങളായ ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണ്ടേ? അതിനായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ടാണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ വിഘടിപ്പിച്ചാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശരീരകോശങ്ങളിലെത്തുന്നത്? ശ്വസന വ്യവസ്ഥയാണ് അനുസ്യൂതം ഊർജോൽപാദനത്തിന് സഹായിക്കുന്നത്. ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത് മൂക്കിലെ നാസാരന്ധ്രങ്ങൾ എന്ന സുഷിരങ്ങളിലൂടെയാണ്. ഇവിടെയുള്ള സൂക്ഷ്മ രോമങ്ങളും ശ്ലേഷ്മവും വായുവിനോടൊപ്പം ഉള്ളിലേക്ക് കടക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും ഒരു പരിധിവരെ തടയുന്നു.
നാസാരന്ധ്രങ്ങളെ തുടർന്നുള്ള നാസാഗഹ്വരം എന്ന അറ ഗ്രസനി എന്ന ഭാഗത്തേക്ക് തുറക്കുന്നു. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത്. ഗ്രസനിയെയും ശ്വാസകോശത്തെയും ബന്ധിപ്പിക്കുന്ന കുഴലാണ് ശ്വാസനാളം. ഇതിന്റെ തുടക്കത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന സ്വനപേടകമുണ്ട്. ഇതിനു മുകളിലുള്ള ക്ലോമപിധാനം ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്നു. ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി നിർമ്മിതമായ അപൂർണ വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ളിലെ ശ്ലേഷ്മവും സീലിയകളും അന്യവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ശ്വാസനാളം 2 ശ്വസനികളായി പിരിഞ്ഞ് 2 ശ്വാസകോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഓരോ ശ്വസനിയും വീണ്ടും ശ്വസനികകളായി പിരിയുന്നു. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പ്ലൂറാ സ്തരത്തിനുള്ളിലെ പ്ലൂറാ ദ്രവം ശ്വാസകോശം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓരോ ശ്വസനികയും ഓരോ വായു അറകളിൽ പ്രവേശിക്കുന്നു. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം അതിസൂക്ഷ്മ രക്തക്കുഴലുകളുണ്ട്. വായു അറകൾ ശ്വാസകോശങ്ങളുടെ പ്രതലവിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ശ്വസനാവസ്ഥയെയും അവയുടെ ഓരോ ഭാഗങ്ങളെയും അവയുടെ ധർമ്മങ്ങളെയും കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ കൂട്ടുകാർ കണ്ടുവല്ലോ. ഇഷ്ടപ്പെട്ട വീഡിയോ? കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ധർമ്മങ്ങളും നമ്മൾ മനഃപ്പാഠമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇനി മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ഒന്നുകൂടെയും അത് വിശദീകരിച്ച് തരാം. നമ്മുടെ ശ്വസനാവസ്ഥ ആരംഭിക്കുന്നത് മൂക്ക് എന്ന നമ്മുടെ അവയവത്തിലൂടെ, നാസിക അല്ലെങ്കിൽ മൂക്ക്. നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട്. നാസാരന്ധ്രം അഥവാ നാസാദ്വാരം. ഈ നാസാദ്വാരത്തിലൂടെയാണ് വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അന്തരീക്ഷ വായുവിൽ ധാരാളം പൊടിപടലങ്ങൾ, രോഗാണുക്കൾ ഒക്കെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒരുപാടുള്ള ഈ സമയത്ത് നാം ശ്വസിക്കുന്ന വായുവിൽ ധാരാളം പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. നാസാദ്വാരത്തിൻ്റെ കുറച്ച് അകത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ രോമങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണും. ഈ രോമങ്ങളുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നാം ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന അന്തരീക്ഷ വായുവിൽ ഉൾപ്പെട്ടിരിക്കുന്ന പൊടിപടലങ്ങളൊക്കെ ഉള്ളിലേക്ക് കിടക്കാതെ അവയെ തടയുക എന്നുള്ളതാണ്. ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ്, ഒരു ശുദ്ധീകരണ പ്രക്രിയ. അങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നാസാദ്വാരത്തിൽ നിന്നും ഉള്ളിലേക്ക് വായു പ്രവേശിക്കുന്നത്. അപ്പോൾ നാസാദ്വാരത്തിൽ നിന്നും വായു എങ്ങോട്ടേക്കാണ് പോകുന്നത്? നാസാദ്വാരത്തെയും ഗ്രസനെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്യാവിറ്റി, ഒരു അറയുണ്ട്. അതിൻ്റെ പേരാണ് നാസാഗുഹരം. ആ പേരിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഗുഹ, ഒരു ക്യാവിറ്റിയാണ് നാസാഗുഹരം. അവിടെ ധാരാളം രക്തലോമിനുകൾ ഉള്ളതിനാൽ എപ്പോഴും ചൂട് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ അന്തരീക്ഷവായു നാസാദ്വാരത്തിലൂടെ കടന്ന രോമങ്ങളാൽ ഒക്കെ പൊടിപടലങ്ങൾ നീക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് നാസാഗുഹരത്തിലെത്തുമ്പോൾ അത് ചൂട് പിടിക്കുന്നു. വീണ്ടും അത് ഉള്ളിലേക്ക് പോവുകയാണ്. നാസാഗുഹരത്തിന് ശേഷം അടുത്ത ഭാഗമാണ് ശ്വാസനാളം. സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നീണ്ട കുഴലാണ് ശ്വാസനാളം. ഈ ശ്വാസനാളത്തിലൂടെ വായു ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശ്വാസനാളം എന്തിനാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് അറിയാമോ? നമ്മൾ നിശ്വസിക്കുകയും
ശ്വസിക്കുകയും നിശ്വസിക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഈ കുഴല് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അതിന് സഹായിക്കുന്നതാണ് ഈ സി ആകൃതിയിലുള്ള തരണാസ്ഥികൾ. ഈ ശ്വാസനാളം വീണ്ടും ശാഖകളായി തിരിയുന്നു. 2 ശാഖകളായിട്ടാണ് തിരിയുന്നത്. എന്തുകൊണ്ടാണ് 2 ശാഖകളായിട്ട് തിരിയുന്നത്? നമ്മുടെ ശ്വാസകോശം ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ഒരു പെയറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ ശ്വാസനാളം 2 വശത്തേക്കും തിരിഞ്ഞ് ഇടതുവശത്തെ ശ്വാസകോശത്തിലേക്കും വലതുവശത്തെ ശ്വാസകോശത്തിലേക്കും പോകും. അതിന് പറയുന്ന ഈ ശാഖകൾക്ക് പറയുന്ന പേരാണ് ശ്വസനി അഥവാ ബ്രോങ്കസ്. ശ്വസനി വീണ്ടും സി ആകൃതിയിലുള്ള തരണാസ്ഥികളെ വലയം ചെയ്തെത്തിക്കും. ഈ ശ്വസനിയും ശാഖോപശാഖകളായിട്ട് തിരിയുന്നുണ്ട്. ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ഈ ശ്വസനി ശാഖകളായി തിരിയുന്നു. അവയ്ക്ക് പറയുന്ന പേരാണ് ശ്വസനികകൾ. ശ്വസനികകൾ. ശ്വസനി ശാഖകളായി തിരിഞ്ഞ് ശ്വസനിക. ഈ ശ്വസനികയില് സി ആകൃതിയിലുള്ള തരണാസ്ഥികൾ കാണപ്പെടുന്നില്ല. ശ്വസനികയുടെ അറ്റത്താണ് വായു അറകൾ കാണപ്പെടുന്നത്. വാതക വിനിമയത്തിനുള്ള സ്ഥലമാണ് വായു അറകൾ. നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ വായു അറകളിൽ നിന്നാണ് നമ്മുടെ രക്തത്തിലേക്ക് കൈമാറുന്നത്. വായു അറകൾ ധാരാളം ചെറിയ രക്തലോമികളെ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള രക്തത്തിലേക്ക് വായു അറയിൽ നിന്ന് ഓക്സിജനെ നൽകുന്നു. ആ രക്തത്തിലേക്ക് ഓക്സിജൻ സ്വീകരിക്കപ്പെടുന്നു. വീണ്ടും ഈ ഓക്സിജൻ രക്തത്തിലൂടെ വിവിധ കോശങ്ങൾ എത്തിച്ചേരും. ഇതാണ് ശ്വസന പ്രക്രിയ. ശ്വസന പ്രക്രിയ പൂർത്തിയായ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും തിരിച്ച് നാസാരന്ധ്രങ്ങളിലൂടെ പുറത്തു വരണം. അപ്പോൾ ശ്വസന പ്രക്രിയ പൂർത്തിയാണ്. ശ്വസന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്കൊരു ചെറിയൊരു പ്രവർത്തനം ചെയ്യാം. നിങ്ങളെല്ലാം നിങ്ങളുടെ സയൻസ് ഡയറി എടുത്തിട്ട് 2 കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ ധർമ്മങ്ങൾ അഥവാ സവിശേഷതകൾ എന്ന് എഴുതുക. നമ്മളിപ്പോൾ കണ്ട വീഡിയോയുടെയും ഒപ്പം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഈ കാര്യങ്ങളുടെയും ടീച്ചർ വിശദീകരിച്ച ഓരോ അവയവങ്ങളുടെ ഓരോ ഭാഗങ്ങളുടെ ധർമ്മങ്ങളുടെയും വെളിച്ചത്തിൽ നിങ്ങൾ നാസാരന്ധ്രം നേടിയിട്ട് അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ സവിശേഷത, നാസകുഹരം എന്ന് എഴുതിയിട്ട് അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ സവിശേഷത, അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുക. അതാണ് പ്രവർത്തനം. എല്ലാവരും വേഗം ചെയ്തോളൂ. ചില കൂട്ടുകാർക്കെങ്കിലും കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുമായിരിക്കും, മറ്റൊരാൾക്ക് ചിലപ്പോൾ എഴുതാൻ സാധിച്ചെന്നില്ല. എന്താണെങ്കിലും ടീച്ചർ ഇപ്പോൾ സ്ക്രീനിൽ ഒരു പട്ടിക പ്രദർശിപ്പിക്കുന്നതാണ്. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. ആ പട്ടികയിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് കുറിക്കാവുന്നതാണ്. ഓൾറെഡി എഴുതിയവർ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. എഴുതാത്തവർ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഈ സ്ലൈഡ് കൃത്യമായിട്ട് നോക്കി എഴുതുവാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ പാഠഭാഗത്തിന്റെ തുടർ പ്രവർത്തനമായിട്ട് ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുടെ ഒരു മാതൃക നിങ്ങൾ നിർമ്മിക്കുക. ഒപ്പം ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഒരു ചെറിയ പ്രവർത്തനം കൂടി തരാം. അന്തരീക്ഷ വായുവിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വായുവിനെ സ്വീകരിക്കുമ്പോൾ പൊടിപടലങ്ങളും രോഗാണുക്കളും കടക്കാതിരിക്കാൻ പ്രകൃതിയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം, ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അതെന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് അതിൻ്റെ ഒരു ചെറിയ കുറിപ്പും കൂടി തയ്യാറാക്കി ഫോട്ടോ എടുത്ത് കൂട്ടുകാരെല്ലാവരും ടീച്ചറിന് അയച്ചു തരും. ഇന്നത്തെ ക്ലാസ് കുട്ടികൾക്ക് എല്ലാവർക്കും
ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ധർമ്മങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ശ്വസന പ്രക്രിയയെക്കുറിച്ചും വായുവറകൾ എങ്ങനെയാണ് വാതക വിനിമയം നടത്തുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. അതുവരെ ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. വീട്ടിൽ സുരക്ഷിതരായിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. താങ്ക് യു.